ചത്തപ്പച്ച ഒരു സിനിമ വിജയിക്കുമ്പം അതിനകത്തെ ടെക്നിക്കലായിട്ടുള്ളവർ, ഡയറക്ടർ, അവരെല്ലാം ഗംഭീരമാണ്. ഇതിനകത്തെ ഡയറക്ടർ ഗംഭീരമായിട്ടുണ്ട്, അതിൻ്റെ ടെക്നിക്കൽ, സിനിമാറ്റോഗ്രഫി, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സൗണ്ട് മിക്സിങ് എല്ലാം അടിപൊളിയാണ്. കാരണം അത് അത്രയും കളർഫുള്ളായിട്ട് ഇത് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇവരെല്ലാം ഗംഭീരമായി പറ്റുള്ളൂ. ഇതിനകത്ത് അല്ലാതെ ഫിസിക്കൽ എഫേർട്ട് എടുത്ത അല്ലെങ്കിൽ ഗംഭീര പെർഫോമൻസ് നടത്തിയ കുറച്ച് നടന്മാരുണ്ട്. ഒന്ന് ഇഷാൻ ഷൗക്കത്ത്. പലരും പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് പോരാ, പുള്ളിയുടെ മാക്സിമം ചെയ്തിട്ടുണ്ട്. നമ്മുടെ മാർക്ക് വയ്ക്കാത്ത മറ്റേ അന്ധനായിട്ടുള്ള കക്ഷി മരിക്കുന്ന കക്ഷിയാണ്. പുള്ളി നല്ല കിഡിലനായിട്ട് ഇഷാൻ ഷൗക്കത്ത് ചെയ്തിട്ടുണ്ട്. ഉള്ള റോള് നല്ല വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി മോശമായില്ല, അതിഗംഭീരം നല്ല, പക്ഷേ വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നല്ല നൈസായിട്ട് ചെയ്തു പോയിട്ടുണ്ട്. ഇഷാൻ ഷൗക്കത്തിന് വേണം ആദ്യത്തെ കൈയടി. 2 അർജുൻ അശോകൻ. അർജുൻ അശോകൻ്റെ ഇപ്പോഴും എനിക്ക് ബെസ്റ്റ് എന്ന് തോന്നിയിരിക്കുന്നത് ബ്രഹ്മയുഗം തന്നെയാണ്. അർജുൻ അശോകൻ്റെ ഇതിനകത്ത് ഇൻട്രോ ഒക്കെ ഇച്ചിരി മാസ് ഇൻട്രോ പോലെയാണ് കാണിച്ചേക്കുന്നത്. അർജുൻ അശോകൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ നൈസായിട്ട് ഗംഭീരം എന്ന് പറയുന്ന വാക്കിന് അടുത്തൊക്കെ ചെയ്തെന്ന് എനിക്ക് തോന്നിയത് അർജുൻ അശോകൻ ഒക്കെയാണ്. നല്ല ക്യാരക്ടറൈസേഷനാണ്, നല്ലതാണ് അർജുൻ അശോകൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 പേരിനകത്ത് ഒന്ന് റോഷൻ്റെ ഇൻട്രോ പോലെ ഒരാടെ ഇൻട്രോ ഈ സിനിമയ്ക്കകത്തില്ല. ഗംഭീര ഇൻട്രോ. പിന്നെ കാണുന്ന ഒരു സീനുണ്ട്, ഒരു ഗുണ്ടേ റോഷൻ ഇങ്ങനെ എടുക്കുന്ന ഒരു സീൻ, അതൊക്കെ സ്പോയിലറൊന്നും അല്ല, അടിപൊളിയാണ്. റോഷനെ കാണിക്കുന്ന ഓരോ സീനും നമുക്ക് ഓരോ ഇൻട്രോ പോലെ ഫീൽ ചെയ്യിപ്പിക്കും. റോഷൻ ഗണ്ണൻ ആക്ടറാണ് തന്നെ. പുള്ളിക്ക് എനിക്ക് തോന്നുന്നു നല്ല ക്യാരക്ടേഴ്സ് ലഭിക്കാത്ത മാത്രമാണ്. റോഷൻ ഒരു വലിയ കൈയടി കൊടുക്കണം. കാരണം റോഷൻ എന്ന് പറഞ്ഞൊരു താരമൊക്കെ നമുക്ക് മലയാള സിനിമ വേണ്ടതാണ്. ക്യാരക്ടർ റോളായാലും നായകനായാലും എല്ലാത്തിനും പറ്റിയ കിട്ടുകാച്ചി ആക്ടറാണ് റോഷൻ. തകർത്തിട്ടുണ്ട് ഈ പടത്തിനകത്ത്. പിന്നെ വിശാഖ് നായർ എനിക്ക് ഓഫീസർ ഓൺ ഡ്യൂട്ടിക്കകത്താണ് ഭയങ്കരമായിട്ട് ഇവനെ അങ്ങ് കൊന്നാൽ മതി കുഞ്ചാക്കോ എന്ന് നമുക്ക് തോന്നിയ ക്യാരക്ടർ. ഇതിനകത്തോട്ട് വന്നപ്പോഴത്തേന് വിശാഖ് നായർ നല്ല അടിപൊളിയായിട്ട് വില്ലനിസവും ഉണ്ട്, എന്നാൽ നായകനും 2 ഡ്യുവൽ ടോൺ ക്യാരക്ടർ ചെയ്യാൻ നല്ല മിടുക്കനായിട്ട് ചെയ്തിട്ടുണ്ട്. അതും ഒരു കൊറിയൻ സ്റ്റൈൽ, ഒരു ഇന്റർനാഷണൽ ലെവലൊരു ആക്ടിങ്, കാണാനൊരു ലുക്കുണ്ട് താൻ. അത് വെച്ചുകൊണ്ട് മാക്സിമം ആ ഗ്ലാസ് ഒക്കെ എന്തോ രസമാണ്, കോസ്റ്റ്യൂം നല്ല രസമാണ്, നല്ലപോലെ മാച്ച് ചെയ്യും. അതുകൊണ്ട് നല്ല രസമാണ്. കഷ്ടപ്പെട്ട് ബോഡി ബിൽഡ് ചെയ്തിട്ടുമുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഇവരെല്ലാം ഗംഭീരമായിട്ടുണ്ട്. അതിനകത്ത് കൊച്ചു കുഞ്ഞു ഉൾപ്പെടെയുള്ള ഒരുപാട് പേര് ഗംഭീരമായിട്ടുണ്ട്. എടുത്തു പറയുന്ന ഇവർ 4 പേരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ചെറുതും വലുതുമായിട്ടൊക്കെ നല്ല വണ്ണമുള്ളൊരു കക്ഷിയൊക്കെ ഉണ്ട് അഭിനയിച്ചേക്കുന്നത്. പുള്ളിയൊക്കെ തകർത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ കുറേ പേരുണ്ട്. ഇവരെല്ലാം ഈ പറഞ്ഞ പോലെ തകർത്തിട്ടുണ്ട്. ഇതിൽ കൈയടി മേടിക്കേണ്ടവരാണ് എല്ലാവരും. അടിച്ചു പൊളിച്ച് തിയേറ്ററിൽ കാണുന്ന സിനിമ തന്നെയാണ് ചത്തപ്പച്ച.